പിണറായിയുടെ സകല ഉഡായിപ്പുകളും പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു അതിനിർണായകമായ റിപ്പോർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. സകല ഡാറ്റകളും നിരത്തിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാം വിശദീകരിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ വീടുകളിൽ പവർ കട്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? വേനൽക്കാലം കടുക്കുമ്പോഴും ഡാമുകളിൽ വെള്ളം കുറയുമ്പോഴും കേരളത്തിലെ വൈദ്യുതി ബോർഡ് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കാത്തത് എന്തായിരിക്കും കാരണം? പലരും പറയുന്നത് കേൾക്കാം, ഇത് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്ന്, കേരളം വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമാണ് എന്ന്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആരും പറയാത്ത ചില പച്ചയായ സത്യങ്ങളാണ്. എല്ലാവർക്കും പിണറായിക്കെതിരെ മിണ്ടാൻ ധൈര്യമില്ലല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നമ്മൾ അനുഭവിക്കുന്ന ഈ തടസ്സമില്ലാത്ത വൈദ്യുതിക്ക് പിന്നിൽ കേരള സർക്കാരിന്റെ മാന്ത്രിക വടിയൊന്നുമില്ല. മറിച്ച് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഒരു രാജ്യം മുഴുവൻ ഒരൊറ്റ ശൃംഖലയിൽ കോർത്തിണക്കിയ കേന്ദ്ര സർക്കാരിന്റെ വിപ്ലവകരമായ പദ്ധതികളാണുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് എതിർത്തും സമരം ചെയ്തും പരാജയപ്പെടുത്താൻ ശ്രമിച്ച പദ്ധതികളാണ് ഇന്ന് ഓരോ മലയാളിയുടെ വീട്ടിലും വെളിച്ചമെത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൂടംകുളത്തെ ആണവ നിലയത്തെ എതിർത്തവർ ഇന്ന് അവിടുത്തെ കറണ്ട് ഉപയോഗിച്ച് AC ഇട്ടിരിക്കുകയാണ്. ഹൈ വോൾട്ടേജ് ലൈനുകളെ എതിർത്തവർ ഇന്ന് ആ ലൈനുകൾ നൽകുന്ന വെളിച്ചത്തിൽ വികസനം പ്രസംഗിക്കുകയാണ്. എന്താണ് വൺ നേഷൻ വൺ ഗ്രിഡ്? എങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ കൽക്കരി പാടങ്ങളിൽ നിന്നും കേരളത്തിലെ തൃശ്ശൂരിലേക്ക് വരെ വൈദ്യുതി എത്തുന്നത്? കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വെറും 20% താഴെ നിൽക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് പവർ കട്ട് ഇല്ലാതെ രക്ഷപ്പെടുന്നത്? നമുക്ക് ആദ്യം കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തെ കുറിച്ച് പഠിക്കാം. കേരളം എപ്പോഴും അവകാശപ്പെടുന്നത് നമ്മൾ ജലവൈദ്യുതിയിൽ അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൽ പുരോഗതി കൈവരിച്ചു എന്നാണ്. എന്നാൽ സത്യം എന്താണ്? 2023-24 കാലഘട്ടത്തിലെ കണക്കുകൾ എടുത്തു നോക്കാം. കേരളത്തിന്റെ ആകെ വൈദ്യുതി ഉപയോഗം ഏകദേശം 30,600 മില്യൺ യൂണിറ്റ്സ് ആണ്. എന്നാൽ കേരളത്തിലെ ഡാമുകളിൽ നിന്നും മറ്റ് ചെറിയ നിലയങ്ങളിൽ നിന്നും നമുക്ക് ആകെ കിട്ടുന്നത് വെറും 5,700 MU മാത്രമാണ്. ബാക്കി വരുന്ന ഏകദേശം 25,000 മില്യൺ യൂണിറ്റുകൾ എവിടെ നിന്നാണ് വരുന്നത്? അതായത് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ 80%-ഓളവും നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങുകയാണ്. അതും കടമാണ്. ഈ കടം വാങ്ങുന്ന വൈദ്യുതി എത്തിക്കാൻ ഇന്ത്യയിൽ ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ കേരളം ഇന്ന് 20 വർഷം പുറകിലായേനെ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KECB ഇന്ന് വലിയൊരു കടക്കെണിയിലാണ്. എന്നിട്ടും അവർ ഈ വെളിച്ചം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതമില്ലെങ്കിൽ കേരളത്തിലെ ഒരു ബൾബ് പോലും ഇന്ന് കത്തുകയില്ല എന്നതാണ് വാസ്തവം. 2014 മുമ്പ് ഇന്ത്യയുടെ ഊർജ്ജ മേഖല ചിന്നിച്ചിതറിക്കിടക്കുകയായിരുന്നു. 5 വ്യത്യസ്ത ഗ്രിഡുകൾ: നോർത്തേണ്, ഈസ്റ്റേണ്, വെസ്റ്റേണ്, നോർത്ത് ഈസ്റ്റേണ്, സതേണ്. ഇതിൽ സതേൺ ഗ്രിഡ് അഥവാ ദക്ഷിണേന്ത്യൻ ഗ്രിഡ് മറ്റുള്ളവയുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടവയായിരുന്നു. വടക്കേ ഇന്ത്യയിൽ വൈദ്യുതി അധികം ഉണ്ടായാലും അത് കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ എത്തിക്കാൻ സാങ്കേതികമായ തടസ്സങ്ങൾ നല്ലതുപോലെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റപ്പോൾ ആദ്യം ചെയ്തത് ഈ ഗ്രിഡുകളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതായിരുന്നു. വൺ നേഷൻ വൺ ഗ്രിഡ് വൺ ഫ്രീക്വൻസി, ഇതായിരുന്നു ആ ലക്ഷ്യം. 2013 ഡിസംബറിൽ ഇതിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും അത് പൂർണ്ണമായ വേഗതയിൽ നടപ്പിലാക്കിയത് BJP സർക്കാരിന്റെ കാലത്താണ്. ഇന്ന് ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ഓപ്പറേഷൻ ഗ്രിഡുകളിൽ ഒന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലഡാക്കിലെ ഒരു സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തത്സമയം കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ചങ്ങലയുടെ ഭാഗമായതുകൊണ്ടാണ് കേരളം ഇന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പിണറായിക്ക് ഇപ്പൊ തള്ളാൻ കഴിയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഈ ഹൈവേകളിലൂടെയാണ് വൈദ്യുതി കേരളത്തിലേക്ക് ഒഴുകുന്നത്. നമ്മൾ മറന്നുപോയ ഒരു ചരിത്രമുണ്ട്. വികസന പദ്ധതികളൊക്കെ വരുമ്പോൾ അതിനെ എതിർക്കുക എന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ വിനോദമാണ്. അവരിപ്പോഴും ഏതോ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. കൂടംകുളം ആണവ നിലയം എടുത്ത് നോക്കാം. ദക്ഷിണേന്ത്യയുടെ ഊർജ്ജ കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ കൂടംകുളം. ഈ പ്ലാന്റ് പൊട്ടിക്കാൻ വേണ്ടി എത്ര സമരമാണ് ഇവിടെ നടന്നത്? വിദേശ ഫണ്ട് പറ്റി സമരം ചെയ്യുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തുണ നൽകി. എന്നാൽ ഇന്ന് കേരളത്തിന് കേന്ദ്ര വിഹിതമായി ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, കൂടംകുളത്ത് നിന്ന് തന്നെ. അന്ന് ആ സമരക്കാർ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഇരുട്ടിൽ തപ്പുമായിരുന്നു. HVDC ട്രാൻസ്മിഷൻ ലൈനുകൾ. രണ്ടാമത്, ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നും തമിഴ്നാട്ടിലെ പുഗലൂർ വഴി തൃശ്ശൂരിലെ മാടക്കത്തറയിലേക്ക് എത്തുന്ന റൈഗ പൊഗുല തൃശ്ശൂർ HVDC ലൈൻ. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. 2000 മെഗാവാട്ട് വൈദ്യുതി അധികമായി കേരളത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരൊറ്റ ലൈൻ കൊണ്ട് സാധിച്ചു. ഈ ലൈൻ സ്ഥാപിക്കുന്നതിനെതിരെയും പ്രാദേശികമായി വലിയ എതിർപ്പുകളാണ് ഉണ്ടായത്. എന്നാൽ കേന്ദ്രം ഉറച്ചു നിന്നു. ഇന്ന് തൃശ്ശൂരിലെ ആ സബ്സ്റ്റേഷൻ വഴിയാണ് മധ്യ കേരളം മുഴുവൻ പ്രകാശിക്കുന്നത്. കേരളത്തിലെ വൈദ്യുതി ബോർഡ് ലാഭത്തിലാണോ? ഒരിക്കലുമല്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് KECB ഓടുന്നത്. എന്നിട്ടും അവർക്ക് വൈദ്യുതി വാങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവിടെയാണ് കേന്ദ്രത്തിന്റെ ഉദയ് അഥവാ ഉജ്വൽ ഡിസ്കം അഷ്വറൻസ് യോജന എന്ന പദ്ധതി വരുന്നത്. വൈദ്യുതി വിതരണ കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും വൈദ്യുതി നഷ്ടം കുറയ്ക്കാനും മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്.
ഇതിലൂടെ ലഭിച്ച ഗ്രാന്റുകളും സാങ്കേതിക സഹായവും കാരണമാണ് കേരളത്തിലെ ലൈനുകൾ ഇന്നും തകരാതെ നിൽക്കുന്നത്. പഴയ ട്രാൻസ്ഫോമറുകൾ മാറ്റി പുതിയവ വെക്കാനും സ്മാർട്ട് മീറ്ററുകൾ കൊണ്ടുവരാനും കേന്ദ്രം നൽകുന്ന സബ്സിഡികൾ ചെറുതല്ല. 10 വർഷം മുമ്പ് കേരളത്തിന് കിട്ടിയിരുന്ന കേന്ദ്ര വിഹിതം എത്രയായിരുന്നു? ഇന്നത് എത്ര മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്? കണക്കുകൾ പ്രകാരം 2014 ഉണ്ടായിരുന്നതിനേക്കാൾ 6 ഇരട്ടി അഥവാ 600% അധികം വൈദ്യുതി കൈമാറ്റ ശേഷിയാണ് കേന്ദ്രം കേരളത്തിന് ഒരുക്കി നൽകിയത്. സംസ്ഥാന സർക്കാർ വലിയ പരസ്യങ്ങൾ നൽകുന്നു, പവർ കട്ടില്ലാത്ത 10 വർഷം. എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ ജനങ്ങളോട് പറയുന്നേയില്ല. എത്രയെത്ര തള്ളാണ്, അതിലൊരു തള്ളു മാത്രമായിട്ട് അവർ കൂട്ടുന്നുണ്ടാവും. കേരളത്തിലെ ഡാമുകളിൽ വെള്ളം കുറയുമ്പോൾ വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാകുന്നു. അപ്പോഴെല്ലാം കേന്ദ്ര പൂളിൽ നിന്നും വൈദ്യുതി ചോദിച്ചു വാങ്ങുകയാണ് ഇവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിൽ പുതിയ വൈദ്യുതി സ്രോതസ്സുകൾ കണ്ടെത്തുകയായിരുന്നു. അതിനെവിടെ സമയം? കൈയിട്ട് വാരിയിട്ട് അവർക്ക് ഒന്ന് വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? എന്നാലും കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര വലിയ പദ്ധതികൾ ഇവർ പൂർത്തിയാക്കി? 0. ഉള്ള പദ്ധതികളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിരപ്പള്ളി പോലെയുള്ള പദ്ധതികൾ രാഷ്ട്രീയ കാരണം കൊണ്ട് ഉപേക്ഷിച്ചു. സൗരോർജ്ജത്തിന്റെ കാര്യത്തിലും കേരളം പുറകിലാണ്. കേന്ദ്രത്തിന്റെ കുസും പദ്ധതി പോലും ശരിയായി നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. PM ശ്രീക്ക് മിണ്ടാതിരുന്നവരാണ്, അപ്പോഴാണ് കുസും അല്ലെ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേന്ദ്രം നൽകുന്ന വൈദ്യുതി വിതരണം ചെയ്തത് ഞങ്ങളാണ് വെളിച്ചം നൽകുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയ വഞ്ചനയും നാണക്കേടും ഉളുപ്പില്ലായ്മയും അല്ലാതെ എന്താണ്? നമ്മൾ അഭിമാനിക്കണം. കാരണം ഇന്ന് ഭാരതം വൈദ്യുതിയുടെ കാര്യത്തിൽ ലോകശക്തിയായി മാറുന്നു. മുമ്പ് നമ്മൾ വൈദ്യുതിക്ക് വേണ്ടി അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്കും വൈദ്യുതി കയറ്റുമതി ചെയ്യുകയാണ്. സൗരോർജ്ജ ഉൽപാദനത്തിൽ ലോകത്തെ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ വിപ്ലവം കേരളത്തെയും സഹായിക്കുന്നുണ്ട്. പകൽ സമയത്ത് സോളാർ വൈദ്യുതി നാഷണൽ ഗ്രിഡിൽ അധികമാകുമ്പോൾ അത് കുറഞ്ഞ നിരക്കിൽ കേരളത്തിന് ലഭിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ കൽക്കരി നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ബാലൻസിംഗ് നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ കൃത്യമായ പ്ലാനിംഗ് മൂലമാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തത് ഇവിടെ വിപ്ലവം നടന്നത് കൊണ്ടല്ല, മറിച്ച് ഡൽഹിയിൽ ഒരു ശക്തമായ ഭരണം നടക്കുന്നത് കൊണ്ടാണ്. ഈ വിപ്ലവങ്ങളെയൊക്കെ അടിച്ചോടിച്ചത് കൊണ്ടാണ്. വൺ നേഷൻ വൺ ഗ്രിഡ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് വൈദ്യുതി ലഭിക്കില്ലായിരുന്നു. HVDC ലൈനുകൾ ഇല്ലായിരുന്നുവെങ്കിൽ വോൾട്ടേജ് ക്ഷാമം കൊണ്ട് നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോയേനെ. കേന്ദ്രവിഹിതം ഇല്ലാതിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും മെഴുകുതിരി വെളിച്ചത്തിൽ ഇരിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ഇനി വികസനത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ സത്യം പറയാൻ മടിക്കരുത് കേട്ടോ. കേരളത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത് പിണറായി വിജയന്റെ വാക്കുകളല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ പ്രവൃത്തികളാണ്. ഇന്ത്യ ഒന്നാണ്. ആ ഒരുമയുടെ വെളിച്ചമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ളത്. എന്തായാലും സത്യം പറയാൻ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ട് നുണ പറഞ്ഞ് വാതോരാതെ ഒരു മടിയും കൂടാതെ തള്ളുന്നവരാണ് ഭയക്കേണ്ടത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.